الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات بوجوده وكرمه ترفع الدرجات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة وأدى الأمانة ونصح الأمة فجزاه الله عنا خير ما جزاه نبيا ഉമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ റമളാനെ വരവേൽക്കുന്ന ചില വർത്തമാനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതാ റമളാൻ ഇങ്ങെത്തിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇനി എന്നാണ് നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുക എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റമളാൻ ആഗതമായിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പല ആളുകളും പല രീതിയിലാണ് റമളാനെ സ്വാഗതം ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ റജബ് മാസം മുതൽ തന്നെ റമളാനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ റജബും കഴിഞ്ഞ് ശഅബാനും ഏതാണ്ട് കഴിയാനായി. ഇനി റമളാൻ എത്തുക എന്നതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലിംനാ ലി റമളാൻ വസല്ലിം റമളാന ലനാ വതുസല്ലിംഹു മിന്നാ മുതഖബ്ബലൻ യാ റബ്ബൽ ആലമീൻ എന്ന് സലഫുകൾ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അല്ലാഹുമ്മ സല്ലിംനാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ ഞങ്ങൾക്ക് വേണ്ടി നീ സുരക്ഷിതമാക്കണമേ. വസല്ലിം റമളാന ലനാ, ഞങ്ങളെ നീ റമളാനിലേക്ക് സുരക്ഷിതമാക്കണമേ. റമളാനിനെ ഞങ്ങൾക്ക് വേണ്ടി നീ സുരക്ഷിതമാക്കണമേ. വതുസല്ലിംഹു മിന്നാ മുതഖബ്ബലൻ യാ റബ്ബൽ ആലമീൻ, ഒരു സ്വീകാര്യമായ ഒരു റമളാൻ ഞങ്ങളിലേക്ക് നീ ആഗതമാക്കി തരണമേ തമ്പുരാനെ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. കവി പറയുകയുണ്ടായി, കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫ് മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഖില്ലാൻ അഫ്നാഹുമുൽ മൗത വസ്തബ്കാക ബഅദഹും അയ്യാ ഫമാ അഖ്റബുൽ ഖാസി മിൻ ദാനി. കവി പറയുന്നത്, എത്രയെത്ര ആളുകളാണ് മരിച്ചു പോയത്. സലഫുകളിൽ നിന്ന്, അല്ലെങ്കിൽ പൂർവസൂരികളിൽ നിന്ന്, കഴിഞ്ഞുപോയ ആളുകളിൽ നിന്ന് എത്രയെത്ര ആളുകൾ ഇതളുകളാണ് കൊഴിഞ്ഞു പോയത്. മിംബൈനി അഹ്ലി, എൻ്റെ അഹ്ലിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് എത്ര ആളുകളാണ് മരിച്ചുപോയത്. വജീറാനിൻ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നിന്ന്, വഖില്ലാനിൻ, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്. അഫ്നാഹുമുൽ മൗത്ത്, അവരെ മരണം തട്ടിയെടുത്തു, നശിപ്പിച്ചു. വസ്തബ്കാക ബഅദഹും, നിങ്ങളെ അവർക്ക് ശേഷം ബാക്കി വെച്ചു. എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മറ്റൊന്നിലേക്കും പോകേണ്ടതില്ല. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രം മതി. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ മരിച്ചുപോയി. കഴിഞ്ഞ റമളാനിൽ നോമ്പനുഷ്ഠിച്ച, കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആളുകളാണ്
നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഈ ഒരു 2 വരിയുടെ അർത്ഥം. ഇനിയൊരു റമദാന് വരുമ്പോൾ നമ്മൾ ഉണ്ടാകും എന്നതിൽ യാതൊരു ഉറപ്പുമില്ല. ഈ റമദാന് തന്നെ നമ്മൾ ഉണ്ടാകുമെന്നതിൽ നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അല്ലാഹുമ്മ ബല്ലിഗ്നി റമദാൻ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ബല്ലിഗ്നി റമദാൻ, എനിക്ക് നീ റമദാനെ എത്തിച്ചു തരണമേ പടച്ചോനെ എന്നാണ് ആ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ പറയുന്നത്. അപ്പൊ ശഅബാൻ മാസത്തിൽ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പൊ തന്നെ ഇത് ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർ ഇപ്പോൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം പണിയായുധങ്ങൾ, ഒരു പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പണിയായുധങ്ങൾ തയ്യാറാക്കാത്ത ഒരാൾക്ക് റമദാൻ എത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ മുന്നേറാൻ കഴിയില്ല. അതുകൊണ്ട് തേച്ച് മിനുക്കി റെഡിയാക്കിയിരിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശഅബാൻ കൽ മുഖദ്ദിമതു ലി റമദാൻ എന്നാണ് പറയുന്നത്. ശറഅ ഫീഹി മാ യശ്റഉ ഫീ റമദാൻ മിൻ സിയാമിൻ വ ഖിറാഅത്തിൽ ഖുർആൻ. നിങ്ങൾ റമദാനിൽ എത്ര ഖുർആൻ ഓതുന്നോ നോമ്പോക്കുന്നോ അത് ശഅബാനിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകൻ ശഅബാനിൽ കൂടുതൽ നോമ്പോക്കിയിരുന്നത്രേ എന്ന് പറയുന്നത്. ഈ ഒരു പരിചയം അതിലേക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട്, അതായത് റമദാൻ വരുമ്പോൾ ഈസി ഒരു സ്റ്റാർട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് റമദാനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനും അതുവഴി നമ്മുടെയൊക്കെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാനുമാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ എത്രമാത്രം നമുക്ക് റമദാനിന് വേണ്ടി ഒരുങ്ങുവാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങണം എന്നതാണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കാൻ നമുക്ക് വേണ്ടത് ആ റമദാനിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പലതരത്തിലുള്ള സ്വാഗതം നമുക്കറിയാം. ആളുകൾ റമദാന് വേണ്ടി വീടൊരുക്കുന്നു, പഴയ കാലത്തൊക്കെ അടിച്ചു തെളിയും, അതുപോലെ തന്നെ പല സംഗതികളും ഒക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ പെയിന്റ് അടിക്കും, ചില ആളുകൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കി തുണി സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെടുപ്പാക്കി വെക്കും. അതൊരു ഒരുക്കമാണ്, അതൊരു തരത്തിലുള്ള ഒരുക്കമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മുടെ മനസ്സുകൊണ്ടാണ് എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. പലതരത്തിലുള്ള സ്വാഗതങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും റമദാനെ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരുങ്ങുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചാൽ ആ മാറ്റത്തിന് പറ്റിയ ഒരു സമയമാണ് ഈ റമദാൻ എന്നതാണ് നമുക്ക് ആയത്തുകളും ഹദീസുകളും അതുപോലെ തന്നെ പൂർവ്വ സലഫുകളുടെ ചരിത്രവും ഒക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ സ്വയം മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറുണ്ടോ എന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിപ്പണിയുവാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ മാറാൻ അവസരമുണ്ട്. ഒരാൾ ചോദിക്കണം, അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് നിന്ന് ചോദിക്കണം, ഞാൻ മാറാൻ തയ്യാറുണ്ടോ? മറ്റാരോടുമല്ല, സ്വന്തത്തോടാണ് ആ ചോദ്യം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അള്ളാഹു സൂറത്തുർ റഅദിൽ പറയുകയാണ്, നിങ്ങൾ ഒരാള് സ്വയം മാറാൻ തീരുമാനിക്കാതെ അള്ളാഹു അങ്ങനെ ഒരാളെയും മാറ്റില്ല എന്നുള്ള. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, ഒരു കൗമിനെയും അള്ളാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അത് അദ്ദേഹത്തിന്റെ നഫ്സ് കൊണ്ട്, സ്വന്തം എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം മാറാൻ തീരുമാനിക്കുകയുമാണ്. ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പടച്ചോനെ, ഇനി ഞാൻ എങ്ങനെ മാറും എന്നത് അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മാറാനുള്ള ഒരു അവസരമായിട്ടാണ് പടച്ചോൻ ഈ ഒരു റമദാനിനെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ആഗ്രഹം, മനസ്സുകൊണ്ട് മാറാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവസരമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ മാറാൻ തയ്യാറായാൽ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 2 മനുഷ്യന്മാർ വന്നു. 2 മനുഷ്യന്മാരും
പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുക, ഒരാള് ആ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതിൽ ഒരാൾ അദ്ദേഹം ഷഹീദായി. മറ്റൊരാള് അങ്ങനെ മറ്റൊരാൾ 1 വർഷം കൂടി ജീവിക്കുകയുണ്ടായി. ത്വൽഹത്തുബ്നു ഉബൈദുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയിൽ പറഞ്ഞു, എനിക്ക് സ്വർഗം കാണിച്ചു തന്നു. ഈ സംഭവം അദ്ദേഹം വിവരിച്ചുകൊണ്ട് സഹാബി പറയുകയാണ്, എനിക്ക് സ്വർഗം കാണിച്ചു തന്നു. പക്ഷേ ഞാൻ അവിടെ സ്വർഗത്തിലെത്തിയപ്പോൾ 1 വർഷം കഴിഞ്ഞ് മരിച്ചയാൾ, അഥവാ 1 വർഷം കഴിഞ്ഞ് മരിച്ച ആളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത്. ഇസ്ലാം സ്വീകരിക്കാൻ വന്ന 2 പേരിൽ ആദ്യത്തെ ആള് ഷഹീദായതാണ്. നമുക്കറിയാം ഷഹീദായതിന്റെ പ്രതിഫലം സ്വർഗമാണ്. പക്ഷെ ഈ ഷഹീദായ ആളെ അല്ല ആദ്യം അവിടെ കണ്ടത്. ആദ്യം എത്തിയത് ഈ 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ച ആളായിരുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം? അത് പ്രവാചകനോട് ആ സഹാബികൾ ചോദിക്കുകയാണ്, എന്താണ് പ്രവാചകരെ അതിന്റെ കാരണങ്ങൾ? അപ്പോ പ്രവാചകൻ പറയാണ്, അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ വസല്ല സനത ആലാഫ് സിത്തത ആലാഫ് റകഅത്ത്. അദ്ദേഹത്തിന് 1 വർഷം കിട്ടിയപ്പോൾ 1 റമളാന് കൂടി അദ്ദേഹം കിട്ടിയില്ലേ? അതുപോലെ അദ്ദേഹം 6000-ഓളം റക്കാത്തുകൾ പിന്നെ നമസ്കരിക്കുകയുണ്ടായില്ലേ? പിന്നെ അതിനുശേഷം കുറെ സുന്നത്തുകൾ നമസ്കരിക്കുകയുണ്ടായില്ലേ? ഇന്നഹുമാ അസ്ലമാഫിയവും പിന്നെ ഈ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അവർ 2 പേരും ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരാൾക്ക് ഷഹാദത്ത് കിട്ടിയിട്ടും എന്താണ് എന്ന് ചോദിക്കുന്നതിനാണ് പ്രവാചകൻ മറുപടി, അദ്ദേഹത്തിന് 1 റമളാൻ കൂടി കിട്ടി എന്നുള്ളത്. ലിഅന്നഹു അദ്റക ശഹ്റ റമളാൻ, അദ്ദേഹത്തിന് 1 റമളാൻ കൂടി കിട്ടുകയുണ്ടായി. സിയാദത്തൻ അലാ സഹാബിഹി, അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആളെക്കാൾ 1 റമളാൻ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുകയും വബാറക്കല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് നൽകുകയും ഫീഹി, അതില്. അപ്പൊ 1 റമളാൻ കിട്ടിയത് വഴിയാണ് അദ്ദേഹം സ്വർഗത്തിൽ ആദ്യം എത്തിയത്. അപ്പൊ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പടച്ചോനെ എനിക്ക് 1 റമളാനും കൂടി തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒന്നുമില്ലെന്നല്ല, അതിലൊരുപാട് സംഗതികളുണ്ട്. 1 റമളാൻ മതി നമുക്ക് മാറ്റിപ്പണിയാൻ, നമ്മുടെ ജീവിതം മാറ്റിപ്പണിയാൻ 1 റമളാൻ മതി. അതുകൊണ്ടാണ് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിപ്പണിയണമെന്നും അങ്ങനെ മാറ്റിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സമയമാണിത് എന്നും പറയുന്നത്. ആദ്യം വേണ്ടത് ഒരു നീയത്തും അതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങുമാണ്. നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, നന്നാവാൻ തീരുമാനിക്കണം. ഞാൻ മാറാൻ തയ്യാറാണ് എങ്കിൽ എന്താണ്? അപ്പൊ നീയത്തും പ്ലാനിങ്ങും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഈ റമളാൻ വഴി അള്ളാഹുവിന്റെ തൃപ്തി നേടും, എൻ്റെ പാപങ്ങൾ അതുവഴി പൊറുപ്പിക്കുകയും ചെയ്യും എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് എടുക്കുന്ന തീരുമാനം, സ്വന്തത്തോട് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്. അത് ശക്തമായൊരു തീരുമാനമാണ്. എല്ലാ സംഗതികൾക്കും നിയ്യത്ത് വേണമല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ നല്ലൊരു തീരുമാനം, നല്ലൊരു വിചാരം, ഹുസ്നുൽ ലന്ന്, അള്ളാഹു എനിക്ക് മാപ്പ് നൽകും, എന്നെ അള്ളാഹു സ്വീകരിക്കുമെന്നും ഉറച്ച വിശ്വാസം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. മാറാൻ താല്പര്യമുള്ള, ഇങ്ങോട്ട് പിന്നെ മാറി അള്ളാഹുവിന്റെ പാതയിലേക്ക് വരുന്നു എന്ന് തീരുമാനിച്ച ഒരാൾക്കുണ്ടായിരിക്കേണ്ട മാനസികമായ ചങ്കുറപ്പ് അതാണ്. അള്ളാഹു എനിക്ക് മാപ്പ് നൽകും എന്നുള്ള ഉറച്ച വിശ്വാസം. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയേക്കാൾ പ്രധാനം അവന്റെ ഉദ്ദേശം തന്നെയാണ്. അവൻ നേരത്തെ മനസ്സിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ ഈ മനസ്സിന്റെ ഉദ്ദേശമാണ് ആദ്യം വേണ്ടത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള നല്ല ഉദ്ദേശം, ഹുസ്നുൽ ലന്ന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു ആസൂത്രണവും ഉണ്ടായിരിക്കണം. ഏത് മേഖലയിലെയും മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ആസൂത്രണം അനിവാര്യമാണ്. എന്ത് പ്രയാസമുള്ള സംഗതികളാണെങ്കിലും നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, കൃത്യമായ പ്ലാൻ. പ്രവാചകനോട് ഒരാൾ ചോദിച്ച് വരികയുണ്ടായി. പ്രവാചകനോട് ചോദിക്കുന്ന ഒരാൾ പ്രവാചകനോട് ചോദിക്കുകയായിരുന്നു, അന്ത്യനാളിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നത്. കാനത്ത് ഇജാബത്തുഹു കാഫിയൻ ഷാഫിയ, അദ്ദേഹത്തിന്റെ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു
പിന്നെ ഒരു ഉത്തരം അദ്ദേഹം കൊടുക്കും. മാ അഅദത്തലഹ, നീ എന്താണ് അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നായിരുന്നു പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്. നീ എന്താണ് അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ നമ്മൾ അല്ലാഹുമ്മ ബല്ലിഗ്നി റമദാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തയ്യാറെടുക്കുമ്പോൾ, അതുപോലെ തന്നെ കൃത്യമായൊരു പ്ലാനിങ് നടത്തുമ്പോൾ, നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ഒരേ ചോദ്യം വീണ്ടും, എന്താണ് നമ്മളൊക്കെ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഒരു റമദാനെ കൂടി വരവേൽക്കാൻ എൻ്റെ മാനസികമായ ഒരു ചങ്കുറപ്പോടു കൂടി അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി മുന്നേറുമ്പോൾ എന്നിൽ എന്തുണ്ട് ഇസ്ലാമികമായത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ കുറെ സംഗതികൾ നമ്മൾ തുടങ്ങേണ്ടി വരും, അല്ലേ? ഇസ്ലാമിലെ യുദ്ധങ്ങളും യുദ്ധവിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് റമദാനിലാണെങ്കിലും അതിനു മുമ്പ് വളരെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോ നമ്മൾ നമസ്കരിക്കാൻ തീരുമാനിക്കണം. കൂടുതൽ ഫർളുകളോടൊപ്പം കൂടുതൽ സുന്നത്തുകൾ നമസ്കരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ ഇഅ്തികാഫ് നടത്തേണ്ടി വരും. നമ്മൾ സ്വതക്ക നൽകേണ്ടി വരും. നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മൾ കുറെ സംഗതികൾ നമ്മിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടി വരും. അപ്പൊ അതാണ് തീരുമാനം, അതാണ് നന്മ, അതാണ് മുന്നോട്ടുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത്. റമദാനെ മുന്നോട്ട് താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് അതാണ് അവരെടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എന്താണ് റമദാൻ എന്ന് പറയുന്നത്? ഖുർആനിൽ റമദാനെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ഗോള് നേടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഗോള് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിനു വേണ്ടി നമ്മുടെ ഇബാദത്തുകൾ ഒന്ന് സ്ട്രെങ്തനാക്കുക, അല്ലെങ്കിൽ ഒന്ന് കരുപ്പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ തഖ്വയാണ് കുത്തിബ അലൈക്കുമുസ് സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരായത്താണ് നോമ്പിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് ഉള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, അവർ തഖ്വയുള്ള ആളുകളാകുവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ തഖ്വ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. തഖ്വ എന്താ മലയാളത്തിലെ അർത്ഥം? സൂക്ഷ്മത എന്നാണ്. റമദാനിന്റെ ലക്ഷ്യം തഖ്വയാണെങ്കിൽ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽ കാളിമീനൽ ഗൈദ് വൽ ആഫീന അനിന്നാസ്. തഖ്വ ഈ 2-3 സംഗതികളിലുണ്ട്. ഖുർആൻ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂക്ഷ്മതയുള്ള ആളുകള് അവര് ചെലവഴിക്കുന്ന ആളുകളാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ അവർ ചെലവഴിക്കും. വൽ കാളിമീനൽ ഗൈദ്, അവര് ദേഷ്യം അടക്കി പിടിക്കും. അങ്ങനെ ദേഷ്യം വന്നാൽ അവര് അതങ്ങോട്ട് എടുത്തിട്ട് പെരുമാറുകയല്ല, അവര് വളരെ ദേഷ്യം അടക്കി പിടിക്കുന്ന ആളുകളായിരിക്കും. വൽ ആഫീന അനിന്നാസ്, എന്ത് പ്രശ്നം വന്നാലും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ്. ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, കൂടുതൽ നന്മ ചെയ്യുക, ഇതൊക്കെ മനുഷ്യരുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. കൂടുതൽ കൊടുക്കണം, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ എന്ത് ദേഷ്യം വന്നാലും അടക്കി പിടിക്കാൻ കഴിയുക. എന്ത് പ്രയാസഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക. അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് ഒരിക്കൽ വിശദീകരിച്ചത് അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ എന്നാണ്. എന്താ ഖൗഫ്? അതൊരു തരം ഭയമാണ്, അള്ളാഹുവിനെ തൊട്ടുള്ള ഒരു ഭയം. തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വ്യഭിചരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട്, അഴിമതി നടത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട്, അതുപോലെ തന്നെ നമുക്ക് പല സംഗതികളും നമ്മുടെ മുന്നിൽ
കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും കണ്ണടയ്ക്കുന്നു എങ്കിൽ അതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ താല്പര്യമുണ്ടോ എങ്കിൽ അതാണ് നോമ്പിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ കാര്യക്ഷമമാക്കേണ്ടത്. നേരത്തെ പറയുകയുണ്ടായി, ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയിൽ ഓരോ നിമിഷവും ചെലവഴിക്കണം. സല്ലു സലാത്തൽ മുവദ്യ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ മുമ്പ് നിങ്ങൾ അണിയണിയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്, മരണം ആസന്നമായ ഒരാളെ പോലെ നിങ്ങൾ നിസ്കരിക്കൂ. അപ്പൊ നമുക്ക് പടച്ചോനോട് അത്രയും കാര്യങ്ങൾ, ഇനി ഇതിനു ശേഷം ജീവിതമില്ല എന്ന അർത്ഥത്തിൽ നമസ്കരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിലും ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്ന അർത്ഥത്തിൽ വേണം ഓരോ നിമിഷവും ചെലവഴിക്കാൻ. ഒരു മുസ്ലിമിന്റെ പരമമായ ലക്ഷ്യം, റമദാനിന്റെ ലക്ഷ്യം തഖ്വയാണ് എങ്കിൽ ഒരു മുസ്ലിമിന്റെ പരമമായ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗം എന്ന ആ പരമമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരുങ്കൂട്ടൽ ഈ റമദാനിൽ സാധ്യമാകണം. അഥവാ വരുന്ന 11 മാസത്തിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ വെള്ളവും വളവും ഒക്കെ ഈ ഒരു റമദാനിൽ അവൻ ശേഖരിച്ചു വെക്കണം. അത്രമേൽ അവൻക്ക് കിട്ടുകയാണ് ഇബാദത്തുകൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞതല്ലല്ലോ. അപ്പൊ ഒരാള് വിശ്വാസത്തോടെ സ്വയം സന്നദ്ധതയോടെ അങ്ങനെ ഇബാദത്തുകൾ നിർവഹിച്ചാൽ അദ്ദേഹത്തിന് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹു വാഗ്ദാനം നൽകുന്നതാണ്. കാരണം ഇസ്ലാം എന്നത് ഒരു ജീവിത ദർശനമാണ്, ഒരു മരണ പദ്ധതിയല്ലല്ലോ. അപ്പൊ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ആളുകൾക്കിടയിൽ ജീവിക്കുകയും ആ ജീവിതത്തിലുടനീളം ഇസ്ലാമിന്റെ പ്രകാശം നിഴലിക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെയാണ് തഖ്വ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുവാനുള്ള ഏക വഴി എന്ന് അവന് മനസ്സിലാകണം. നോമ്പ് എന്ന് പറയുന്നത് വിശപ്പല്ല, തഖ്വയാണ് എന്ന് മനസ്സിലാക്കുക. മല്ലം യദ ഖൗല സൂരി വൽ അമൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തആമഹു വ ശറാബഹു എന്ന് പറഞ്ഞാൽ, ഒരാള് അവന്റെ മോശമായ വർത്തമാനങ്ങളും പ്രവർത്തികളും ഒന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ, അവന്റെ ജീവിതം നന്നാക്കുന്നില്ല എങ്കിൽ, വൃത്തികേടിൽ തന്നെ വർത്താനവും സംസാരവും പ്രവൃത്തിയും ഒക്കെ വൃത്തികേടിൽ തന്നെ തുടരുകയാണ് എങ്കിൽ അവൻക്ക് അള്ളാഹുവിന് അവന്റെ നോമ്പിന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹുവിന് ആവശ്യമില്ല. ഫീ അൻ യദഅ തആമഹു വ ശറാബഹു, നിങ്ങള് വെള്ളവും കുടിയും തീറ്റയും ഒക്കെ ഒഴിവാക്കണമെന്ന് പടച്ചോൻക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ റമദാൻ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു സംഗതിയാണ് തൗബ ചെയ്യുക എന്ന് പറയുന്നത്. ആത്മാർത്ഥമായ തൗബയുണ്ടായിരിക്കണം. റമദാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പശ്ചാത്താപത്തിലൂടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കുക. ഒരു കഴുകി വൃത്തിയായ മനസ്സുകൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് മുന്നോട്ട് പോകുന്നത്, റമദാനിലേക്ക് നടന്നെടുക്കുന്നത്. ഒരു കറ പിടിച്ച പാത്രത്തിൽ പാലൊഴിച്ചാൽ അത് കേടുവരുന്നത് പോലെ പാപക്കറയുള്ള ഹൃദയത്തിൽ ആരാധനയുടെ മാധുര്യം നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു അങ്ങനെ തന്നെയല്ലേ പറയും, കറുത്ത കുത്തുകൾ വീണിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ കുറെ കറുത്ത കുത്തുകൾ ഉണ്ടാകാം. ആ പുഴുക്കുത്തുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയാണ്, ഞാൻ തിരിച്ചു വരികയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. ആത്മാർത്ഥമായ തൗബ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമല്ലേ. ഒരു മനുഷ്യന് അങ്ങനെ ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുത്ത പുള്ളികളൊക്കെ നീക്കാനുള്ള ഒരു അവസരമായിട്ട് പടച്ചോൻ കൊടുക്കുകയാണ് തൗബ. നേരത്തെ പറഞ്ഞു റമദാൻ തന്നെ വലിയൊരു അനുഗ്രഹമാണെന്ന് പറയണ്ടായി.
അതേപോലെ തന്നെ തൗബ, പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഈ റമദാനിലുടനീളവും പശ്ചാത്താപത്തിനുള്ള വലിയ വാതിലുകൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ റമദാൻ വരുന്നതോടുകൂടി വലിയ അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി പടച്ചോനോട് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കണം. റമദാനിലെ തൗബ മറ്റേതൊരു സമയത്തെ തൗബയേക്കാളും സവിശേഷമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ ആത്മാർത്ഥമായ തൗബ കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, പടച്ചോൻ നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരും. യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതോടൊപ്പം തന്നെ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഏതു തരത്തിലുള്ള സ്വർഗം? മിൻ തഹ്തിഹൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിയിലൂടെ ആറുകൾ ഒഴുകുന്ന പുഴകൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. അപ്പൊ പാപമുക്തിയാണ് നോമ്പ് എന്ന് കൂടി ഓർത്തു വെക്കുക. തഖ്വയാണ് നോമ്പ് എന്ന് പറയുകയുണ്ടായി. പാപമുക്തിയാണ് നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത്തത്. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി ഫഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, ഒരാൾ അക്രമം പ്രവർത്തിച്ചിട്ട് അതിന് ശേഷം തൗബ ചെയ്താൽ, ഫഅസ്ലഹ, എന്നിട്ട് നന്നാവാൻ തീരുമാനിക്കണം. ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് തൗബ ചെയ്തു കൊടുക്കും, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു എത്ര പൊറുക്കുന്നവനും റഹ്മാൻ റഹീമുമാണ് എന്ന് പറഞ്ഞില്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അത്തായിബു മിൻ ദംബി കമല്ലാ ദൻബ ലഹു. അല്ലേ, തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ഒരാള്, മിനദ്ദംബി, എല്ലാ പാപങ്ങളിൽ നിന്ന് തൊട്ടും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയ ഒരാൾ, കമൻ ലാ ദൻബ ലഹു, അദ്ദേഹത്തിന് ഒരു തെറ്റില്ലാത്ത പോലെ. അദ്ദേഹത്തിന് പിന്നെ ഒരു തെറ്റും അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹത്തെ കഴുകി വൃത്തിയാക്കി. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുന്നു, ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മസീഅൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കരങ്ങൾ നീട്ടുകയാണ്. എന്തിന്? രാത്രികാലങ്ങളിൽ പകലുടനീളം തെറ്റുകൾ ചെയ്ത ആളുകളുടെ പ്രാർത്ഥന, തൗബ കേൾക്കാൻ വേണ്ടി രാത്രിയാകുമ്പോ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. വയബ്സുത്തു യദഹു ബിന്നഹാർ, ഇനി രാത്രിയിൽ തെറ്റ് ചെയ്തവരുടെ വയബ്സുത്തുൻ യദഹു, കൈകൾ പരത്തി വച്ചിരിക്കുന്നു, ബിന്നഹാർ, പകല്, ലിയതൂബ മസീഅൽ ലൈൽ, അങ്ങനെ രാത്രി കാലങ്ങളിൽ തെറ്റ് പ്രവർത്തിച്ചവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അങ്ങനെ അള്ളാഹു എല്ലാ സമയത്തും നമ്മളെ നോക്കിയിരിക്കുകയാണ്, നമ്മൾ മടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ, ഖിയാമത്ത് നാൾ വരെയും അള്ളാഹുവിൻ്റെ ആ ഒരു സഹായം നമുക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅതു ഇലൽ ജുമഅ വറമളാനിൻ ഇലാ റമളാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തനബത് അൽ കബായിർ. ഒരാൾക്ക് അവരുടെ 5 നമസ്കാരങ്ങൾ ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരും. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പറയണം. പക്ഷേ വൻപാപങ്ങൾ ചെയ്തതൊഴിച്ച്, അത് വേറെ അക്കൗണ്ടാന്ന് പറഞ്ഞ പോലെയാണത്. അപ്പൊ നമ്മളിത് ചെറുതാക്കി എടുക്കരുത്. നമ്മൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ തന്നെ തീരുമാനിക്കണം. ഒപ്പം നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം. റമദാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും പല ആളുകളുമായിട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.
അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർക്കണം. നമ്മുടെ മാതാപിതാക്കളുമായി, നമ്മുടെ അയൽക്കാരുമായി, ജ്യേഷ്ഠാനുജന്മാരുമായി, എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മനസ്സിന് കഴിയണം. അങ്ങനെ സ്വാർത്ഥതയില്ലാത്ത ഒരു മനസ്സാണ്, ഒരു മനസ്സിനെയാണ് ഈ റമദാനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അങ്ങനെ ആ മനസ്സ് അല്ലെങ്കിൽ ആ റമദാൻ വിശപ്പിന്റെ നിയന്ത്രണം മാത്രമല്ല, എൻ്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം കൂടിയാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ പുതുക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം. നമ്മുടെ ആരൊക്കെയുമായിട്ടോ ആണോ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റമദാന് മുമ്പേ പറഞ്ഞു തീർക്കണം. സലഫുകൾ പറയാറുണ്ട്, പൂർവ സൂരികൾ പറയാറുണ്ട്, പിണക്കങ്ങളുള്ളവരുടെ ആരാധനകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ തടസ്സമുണ്ടാകും. അപ്പൊ റമദാനിന് മുമ്പ് തന്നെ ഈ ഇണക്കം സംഭവിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കുവാൻ, ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാൻ, ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കൂട്ടിച്ചേർക്കുവാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് റമദാനിന് മുമ്പ് തന്നെ ആ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. തീരുന്നില്ല, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മുടെ നാവിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. ചില സംഗതികൾക്ക് നിയന്ത്രണവും വേണ്ടേ. എല്ലാം ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കണം. കളവ്, പരദൂഷണം, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കുവാൻ പറ്റുമോ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉപേക്ഷിച്ച് ശീലിക്കണം. മല്ലം യദ ഖൗലസ്സൂരി വൽ അമൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വ ശറാബഹു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരാൾ പാഴ്വാക്കും അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികളും ഒക്കെ ഒഴിവാക്കുന്നില്ലെങ്കിൽ പടച്ചോൻകോന്റെ നോമ്പ് വേണ്ട, പട്ടിണി വേണ്ട. എന്തിനാ പിന്നെ കുടിവെള്ളവും ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കണമെന്നല്ല ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. മിനന്നാരി, എവിടുന്ന്? അസ്സൗമു ജുന്ന, ജുന്നത്തും മിനന്നാരി കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ. ഒരു യുദ്ധവേളയിൽ ഒരാളുടെ പരിച പോലെ നരകത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നടത്താനുള്ള ഒരു പരിചയാണ് നോമ്പ് എന്ന് പറയുന്നത്. ഖദ്ർ ഇൽമാനി മിനൽ മാസി വഫിൽ ആസാമി ഫിദ് ദുനിയ വമിനൻ നാരി ഫിൽ ആഖിറ. അപ്പൊ പരലോകത്ത് നമുക്ക് നരകത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഈ നോമ്പ് എന്ന പരിചയെ നമ്മൾ ആയുധമാക്കേണ്ടതുണ്ട്. അതെല്ലാ സംഗതികളിലും അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആളുകൾ വിചാരിച്ചത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കലാണ് എന്നാണ് പലരും ആലോചിച്ചത്. പക്ഷെ ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രല്ല നോമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, അതുപോലെ തന്നെ നാവിനും നോമ്പുണ്ട്, ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷിക്കണം. അധികം പറയാതിരിക്കുക എന്നുള്ളതാണ്. കളവ് പറയാതിരിക്കുക. കളവ് പറയുന്നത് ഹറാമും കൂടിയല്ലേ. അപ്പൊ കളവ് പറയാതിരിക്കുക. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അങ്ങനെ നോമ്പ് ഉണ്ട് എങ്കിൽ, കാലിന്റെ നോമ്പ് എന്ന് പറയുന്നത് വേണ്ടാത്തയിടത്തേക്ക് നടന്നു പോകാതിരിക്കലാണ്. കയ്യിന്റെ നോമ്പ് വേണ്ടാത്ത സംഗതികളിൽ കൈ കൊണ്ട് ചെയ്യാതിരിക്കലാണ്. വേണ്ടാത്തിടത്തേക്ക് നോക്കാതിരിക്കലാണ് കണ്ണിന്റെ നോമ്പ്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കലാണ് കാതിന്റെ നോമ്പ്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നാവിന്റെ നോമ്പാണ് പ്രധാനം. നമ്മളുടെ വർത്തമാനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അറിയാതെ വന്നു പോകുന്ന ഈബത്ത്, നമീമത്ത്, അങ്ങനെയുള്ള ആളുകൾ നോമ്പെടുക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. റുബ്ബ സായിമുൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ
ജൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. എത്ര എത്ര നോമ്പുകാരാണ്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ മറ്റൊരു കാര്യവുമില്ല. പട്ടിണിയല്ലാതെ ഒരു ഉപകാരമില്ല എന്നാണ് പറയുന്നത്. കുല്ല് അമലി ഇബ്നു ആദം ലഹു, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്കുള്ളതാണ്. ഇല്ല സിയാം, നോമ്പ് വെച്ചിട്ട് ഫ ഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്. പടച്ചോൻ പറയാണ് ഫ അന അജ്സീ ബിഹി, ഞാനാണ് അതിന് ഗുണം കൊടുക്കുന്നത്, ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കുന്നത്. വസ്സിയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. ഫ ഇദാ കാന യൗമുൻ സൗമി അഹദിക്കും ഫലാ യർഫസ് യൗമഇദിൻ വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിമുൻ. ഒരാൾക്ക് നോമ്പുണ്ട്, അവൻ മോശമായ സംഗതികളൊന്നും പറയാതിരിക്കട്ടെ, വൃത്തികെട്ട സംഗതികളിൽ ഏർപ്പെടാതിരിക്കട്ടെ. ഇനി ഒരാൾ അവനെ ചീത്ത വിളിക്കുകയാണെങ്കിൽ പോലും അവൻ പറയട്ടെ, ഇനി ഞാൻ നോമ്പുകാരനാണ്, ഇന്നി സായിം. പക്ഷെ ഇപ്പൊ ആളുകൾ പ്രവർത്തിക്കണ എങ്ങനെയാന്ന് ചോദിച്ചാല് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയും, വായൽ വന്നത് കംപ്ലീറ്റ് അങ്ങ് പറയും, എന്നിട്ട് പറയും ഞാൻ നോമ്പുകാരനാട്ടോ, നിങ്ങളൊന്നും പറയണ്ട. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ നിയന്ത്രിക്കും എന്ന് തീരുമാനിക്കുക. ഭക്ഷണവും നിയന്ത്രിക്കണം. നോമ്പ് ഭക്ഷണത്തിന്റെ ഉത്സവമായിട്ടാണ് പലരും കാണുന്നത്. പലരും വിചാരിച്ചിട്ടുള്ളത് നോമ്പായാല് ഷെഡ്യൂൾ ഒന്ന് മാറ്റിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ എത്ര നേരം തിന്നുന്നതോ അത്ര നേരമായിട്ട് നമ്മൾ നോമ്പ് തുറന്നാൽ ഒരു നേരം, പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് നേരങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാം എന്നാണ് ആളുകൾ കരുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് സംഗതികൾ മനസ്സിലാക്കുക. നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഒരു മേളയല്ല, ആളെ കാണിക്കാനോ അതുപോലെ തന്നെ വിഭവങ്ങളുടെ ആറാട്ട് നടത്താനോ ഉള്ള ഒരു അവസരവുമല്ല റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പല പ്ലാനുകളും, നമസ്കരിക്കുവാനുള്ള, ഇബാദത്ത് നടത്തുവാനുള്ള പല പ്ലാനുകളും അട്ടിമറിക്കുന്നത് അമിത ഭക്ഷണമാണ്. വെള്ളം കൂടി കൃഷി വെള്ളം കൂടിയാലും കൃഷി നശിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നുവോ അത് നമ്മളെ നോമ്പ് നശിപ്പിച്ചു കളയും. 2 പേരുടെ ഭക്ഷണം 3 പേർ കഴിക്കുന്നതാണ് പ്രവാചകശീലം. അപ്പോ അങ്ങനെ എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കുകയാണ് വേണ്ടത്. ചില പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ 1 മീൽ ചലഞ്ച് എടുക്കണം എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് കഴിയുമെങ്കിൽ ചെയ്യണം. അതല്ലെങ്കിൽ എവിടെയൊക്കെ കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഉപയോഗിക്കാൻ ശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊരവസരമാക്കി നമ്മൾ മാറ്റണം. നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ആറാടാനുള്ള അവസരമായിട്ട് എടുക്കരുത്. പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ളതാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട സംഗതികൾ. നമ്മുടെ കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്കിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് റീൽസ് ആയാലും അത് വേറെ എന്തൊക്കെയാണെങ്കിലും ഒന്നുമില്ല യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ റീൽസിലായിരിക്കും. നീ എവിടെയാടോ എന്ന് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ റീൽസിലാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. അപ്പൊ ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറക്കാൻ നമ്മൾ തീരുമാനിക്കണം. ജീവിതം മുഴുവൻ റീൽസുകളിൽ ബന്ധിപ്പിച്ച് നിർത്തരുത്. നമ്മുടെ സ്ക്രോളിംഗ് ഒന്ന് നിർത്തിയേ മതിയാകൂ. നമ്മുടെ സമയം നമ്മൾ എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മഹാനായ ഹസനുൽ ബന്ന റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് അൽ വഖ്തു ഹുവൽ ഹയാത്ത്, ജീവിതം തന്നെയാണോ സമയം, ജീവിതം തന്നെയാണോ സമയം. അപ്പൊ നമ്മുടെ സമയമാണ് നമ്മൾ കൊന്നു തീർക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ ജീവിതം അവസാനിച്ചാലും റീൽസ് അവസാനിക്കൂല. നമ്മളൊരാൾ ഇങ്ങനെ തോണ്ടി 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 അതെങ്ങനെ എങ്ങാനും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നമ്മൾ ക്ലോക്കിൽ നോക്കുക, സമയം പോയല്ലോ. സമയം പോവുക എന്നല്ലാതെ റീൽസ് അവസാനിക്കുന്നില്ലല്ലോ. അത് നമ്മുടെ ജീവിതം അവസാനിച്ചാലും അവസാനിക്കാൻ പോകുന്നില്ല.
അതുപോലെ തന്നെ ടെലിവിഷനും മറ്റു മാധ്യമങ്ങളുമൊക്കെ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കണം. നമുക്ക് തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ വരുത്തിയേ മതിയാവുള്ളൂ. നമ്മുടെ റമദാൻ മാസത്തിലെ വിലപ്പെട്ട രാത്രികളെ ടെലിവിഷന് മുന്നിൽ നമ്മൾ പാഴാക്കി കളയരുത്. ടി വി നമ്മളെ വിഴുങ്ങിക്കളയും എന്നുള്ളിടത്ത് എത്തുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. ആവശ്യത്തിന് മാത്രം ഇതൊക്കെ തുറന്നാൽ മതി. റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും ഒക്കെ അള്ളാഹുവിന്റെ സ്മരണയിൽ ദിക്റിൽ മുഴുകേണ്ട സമയമാണ്. ആ ദിക്റിന് പകരം ഇങ്ങനെ ലഹുവുകളില് വിനോദങ്ങളിൽ മുഴുകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. ആവശ്യമുള്ള കുറെ സംഗതികൾ ഈ സംഗതികളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഇതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കുടുംബത്തോടൊപ്പം ഇരുന്ന് ഖുർആൻ പഠിക്കാനും ചർച്ച ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം. ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ അനുധാവനം ചെയ്യുവാനും നമ്മുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് നമുക്ക് ചെലവഴിക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മൾ മത്സരിക്കണം. ആരോടാണ് മത്സരിക്കേണ്ടത്? അള്ളാഹു റമദാൻ മാസത്തെ തന്റെ സൃഷ്ടികൾക്കുള്ള ഒരു മത്സര വേദിയാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ റമദാൻ മാസത്തിൽ അത്തരം ഒരു മത്സരത്തിന് നമ്മൾ തയ്യാറാകണം. അതൊരു വിനോദത്തിനുള്ള സമയമല്ല, മറിച്ചൊരു മത്സരക്കളമാണ്. ആ മത്സരത്തിന് കുറച്ച് നിയമങ്ങളുണ്ട്. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗവുമാണ് ലക്ഷ്യം. ആരാണ് വിജയികൾ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലും മുൻപന്തിയിലെത്തിയവരാണ് വിജയികൾ എന്ന് പറയുന്നത്. പരാജയപ്പെട്ടവരോ ഈ അമൂല്യമായ റമദാനിന്റെ രാപ്പകലുകളെ നശിപ്പിച്ച് ആ നിമിഷങ്ങളെ അലസതയിലും വിനോദങ്ങളിലും പാഴാക്കിയ ആളുകളാണ് പരാജയപ്പെട്ടവർ. അവ ലക്ഷ്യമായി വിജയികളെ നിശ്ചയിച്ചു, പരാജയപ്പെട്ടവരെയും നിശ്ചയിച്ചു. ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുക, നമ്മൾ ഈ മത്സരക്കളത്തിൽ എവിടെയാണ്? ആരാധനകളിൽ ആവേശത്തോടെ ഓടുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അതോ അലസതയുടെ ഗാലറിയിലിരുന്ന് സമയം കളയുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ മത്സരക്കളരിയിൽ നമ്മൾ എവിടെയാണ് എന്ന ചോദ്യം നമ്മൾ നമ്മളോട് വീണ്ടും ചോദിക്കുക. റമദാൻ അതുറങ്ങാനുള്ള, അലസത കാണിക്കുവാനുള്ള മാസമല്ല, അത് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള മാസമാണ്. അതുകൊണ്ട് നമുക്ക് ഈ റമദാനിനെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കാം. നമ്മുടെ സ്വഭാവം മാറ്റാനും അതുപോലെ തന്നെ ഖുർആനുമായി അടുക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഈ മത്സരവേദിയെ ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ ഇതിനേക്കാൾ വലിയൊരു അവസരം ഇനി വരാനില്ല എന്ന് നമുക്ക് ബോധമുണ്ടാകണം. നമുക്ക് വാനോളം ഉയരണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. നമുക്ക് വാനോളം ഉയരണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ബിഖിദ്മതിഹി അതത്ലുബു الرീഹ ഫീമാ ഫീഹി ഖുസ്റാൻ അഖ്ബിൽ അലൻ നഫ്സി വസ്തഖ്മൽ ഫളാഇലഹ വഅൻത ബിൻ നഫ്സി വലാ ബിൽ ജിസ്മി ഇൻസാനുൻ. കവി പറയുകയാണ്, യാ ഖാദിമൽ ജിസ്മിന് വേണ്ടിയിട്ട്, ശരീരത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ, കം തസ്ആ ബിഖിദ്മതിഹി, നീ എത്ര സമയമാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്? നീ പിന്നെ അതിന്റെ ലാഭം ചോദിച്ചാൽ ഫീമാ ഫീഹി ഖുസ്റാൻ, നിനക്ക് ലാഭമാണോ നഷ്ടമാണോ? ഫീഹി ഖുസ്റാൻ, അതിൽ നഷ്ടമല്ലേ നിനക്കുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അതായത് ദുനിയാവിലെ ഓരോ സംഗതികളിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, ശരീരത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത സമയം, അത് നിനക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടോ ലാഭം വരുത്തിയിട്ടുണ്ടോ? ഇനി അടുത്തതാണ് പ്രധാനമായ ചോദ്യം. അഖ്ബിൽ, എന്നാൽ നീ മുന്നിട്ടോളൂ. അലൻ നഫ്സി, നഫ്സിന് വേണ്ടി ഇനി കുറച്ച് പണിയെടുക്കാൻ എന്ന് പറഞ്ഞു. ഫസ്തഖ്മിൽ ഫളാഇലഹ, എന്നിട്ട് അതിന്റെ ഫളലുകളൊക്കെ പൂർത്തിയാക്ക്. ഫഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനുൻ, നീ നിന്റെ നഫ്സ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്, ശരീരം കൊണ്ടല്ല.
അപ്പൊ ശരീരത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളോടാണ് ആ പറയുന്നത്. ശരീരം കൊണ്ട് മാത്രം പണിയെടുത്താൽ അള്ളാഹുവിന്റെ അടുത്ത് വിജയിക്കാൻ പോണില്ല. കുറച്ച് ജിസ്മിന് വേണ്ടിയിട്ടും പണിയെടുക്കണം. ആ ആത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഹൃദയത്തിന് വേണ്ടി, നേരത്തെ പറഞ്ഞ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി. നഫ്സ് കൊണ്ടാണ് നീ മനുഷ്യനാകുന്നത്. അപ്പൊ മനുഷ്യത്വം എന്ന് പറയുന്നത് അവന്റെ ശരീര ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട, നഫ്സുമായി ബന്ധപ്പെട്ട ചില സംഗതിയാണ്. അപ്പൊ നമുക്ക് ഉയരത്തിൽ പറക്കാൻ നമ്മുടെ നോമ്പ് അവസരം നൽകുന്നുണ്ട്. നോമ്പ് കൊണ്ട് റൂഹിനെ അലങ്കരിക്കാനാണ് കവി പറയുന്നത്. നോമ്പ് കൊണ്ട് റൂഹിനെ അലങ്കരിക്കാൻ. അപ്പൊ ചിലപ്പോൾ മനുഷ്യര് മൃഗതുല്യരാകും, അല്ലെ? ചിലപ്പോൾ പിശാചാകും. മനുഷ്യനല്ലേ പല രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പല രീതിയല്ലേ മനുഷ്യന്. അപ്പോ ഈ റൂഹ് കൊണ്ട് ഉയർന്ന ആളുകളെ അവൻ ഉന്നതിയിലേക്ക് അയക്കുന്നു. നോമ്പ് കൊണ്ട് അത് കഴുകിക്കളയാൻ പറ്റും. അള്ളാഹുമായി ആ അടുപ്പം സൃഷ്ടിക്കുവാൻ സാധിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലു ഇബ്നു ആദം, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും കുല്ലു ഇബ്നു ആദം യുളാഇഫുൽ ഹസന ബി അശ്രി അംസാലിഹ. ഒരു മനുഷ്യന്റെ റമദാൻ മാസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും 10 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതായിരിക്കും. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. ഖാലല്ലാഹു തആല, അള്ളാഹു പറയാണ്, ഇല്ലാ അസ്സൗം, സൗം ഒഴിച്ചിട്ട്, ഫഇന്നഹു ലി, അതെനിക്കാണ്, ഫഅന അജ്സി ബിഹി, ഞാൻ അപ്പൊ അതിലും മീതെയാണ്, അത് അതുക്കും മീതെ. യദഉ ശഹവതുഹു വതആമുഹു മിൻ അജ്ലി, അവൻ അവന്റെ ഇച്ഛകളും അവന്റെ ഭക്ഷണവും ഒക്കെ എന്നെ ചൊല്ലിയിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വലിസ്സാഇമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, ഒന്ന് അവന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നോമ്പെടുക്കുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലത്തിന്റെ ഉയർച്ചയുടെ, വാനോളം ഉയർച്ചയുടെ സംഗതിയാണ് പറയുന്നത്. അപ്പൊ വാനോളം ഉയരാൻ നോമ്പ് മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നോമ്പ് നമുക്ക് ഏതർത്ഥത്തിലാണ് ഉപകാരപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഖുർആൻ അവതരിച്ച മാസമാണ്. അവസാനിപ്പിക്കാൻ പോവാണ്. ഇത് ഖുർആൻ അവതരിച്ച മാസമാണ്. റമദാനിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് അത് ഖുർആൻ അവതരിപ്പിച്ച മാസം ആയതുകൊണ്ട് തന്നെ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസം. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ വമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് നമുക്കറിയാം. ഹുദൽ ലിന്നാസ്, ഒന്നാമത്തെ സംഗതി, അത് ജനങ്ങൾക്കുള്ള സത്യാസത്യ വിവേചനമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഹിദായത്താണ്, ജനങ്ങൾക്കുള്ള സന്മാർഗദർശിനിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞു വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം. ഖുർആൻ എന്ന് പറയുന്നത് സന്മാർഗദർശിനി, സത്യാസത്യ വിവേചനം. അതുപോലെ തന്നെ അതിനുശേഷം നോമ്പെടുക്കാൻ പറയുകയും ആ നോമ്പ് കാലത്ത് സാക്ഷിയുള്ളവർ നോമ്പെടുക്കട്ടെ, ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻക്ക് പിന്നീട് ഒരു സമയത്ത് നോമ്പെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലിതുക്മിലുൽ ഇദ്ദ, അപ്പൊ ഒരു സമയം, ഒരു ക്രമം, ഒരു സമയം ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുക. എന്തിനു വേണ്ടി? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹുവിനെ വാഴ്ത്തുവാൻ വേണ്ടിയിട്ട്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ.
അപ്പൊ അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. എന്തിനാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്തിനും കാരണമായ ഒരാളെ വാഴ്ത്തുക. ഞാൻ വാങ്ങുന്ന ഇന്ന അക്കമുള്ള ശമ്പളം, ഞാൻ അനുഭവിക്കുന്ന ഈ ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളും, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പ്രവാസ ജീവിതവും, ഞാൻ അനുഭവിക്കുന്ന എന്ത് വേണമെങ്കിൽ നമ്മൾ എഴുതി പറഞ്ഞോളൂ, അല്ലെങ്കിൽ വെച്ചോളൂ, ഇതെല്ലാം ആരുടെ കഴിവാണ്? നമ്മുടെ കഴിവ് കൊണ്ടാണോ? അങ്ങനെ ചിന്തിക്കരുത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫള് കൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഹാദാ മിൻ ഫളി റബ്ബി. ഇത് പറയാൻ കഴിയണം നമുക്ക്, ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അപ്പോ ഖുർആനുമായുള്ള ഒരു ബന്ധം ഈ റമദാനിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഖുർആൻ വായിക്കുവാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ ഖുർആൻ വായിക്കണം. റമദാനിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ സദക്ക വർദ്ധിപ്പിക്കണം, സക്കാത്ത് ചെയ്യണം, എല്ലാ കർമ്മങ്ങളുടെയും പക്ഷേ കിരീടം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അത് കേവലം പാരായണം ചെയ്താൽ പോരാ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ, തദാറുസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, തദബ്ബുർ അതിനെക്കുറിച്ച് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ, പകർത്താൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ വായിച്ചാൽ മാത്രം പോരാ, അതെന്താണ് പറയുന്നത് എന്ന് ചികഞ്ഞന്വേഷിക്കുവാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. ഖുർആൻ ഓതിപ്പോലെ എളുപ്പമാണ്, പക്ഷേ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കുകയാണ് പ്രയാസം. ഖുർആൻ ജീവിതത്തിലേക്ക് ഇറക്കി വെക്കലാണ് പ്രയാസം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹുൽ ഹസന. എൻ്റെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്ത ആൾക്ക് അതിൻ്റെ ഗുണമുണ്ട്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, അത് 10 ഇരട്ടി വരെയൊക്കെ ആവും. ല അഖൂലു അലിഫ് ലാം ഹർഫ്, അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫായിട്ടല്ല എണ്ണുന്നത്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീ. അപ്പോൾ ഓരോന്നിനും ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അത്ര പ്രധാനപ്പെട്ടതായിട്ട് കാണുക. സുഹൈൽ ആയിഷ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്ത്? അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി വഖാന ഖുലുഖുഹു ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവവും ഖുർആനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ ജീവിതം ഖുർആനും ഹദീസുമായി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചക വചനങ്ങളുമായി ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാനും അള്ളാഹുവുമായുള്ള ബന്ധം എത്രയാണ് എന്നൊക്കെ ചിന്തിക്കുവാൻ ഈ റമദാൻ നമുക്ക് അവസരം നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പല സന്ദർഭങ്ങളിലും പ്രവാചകൻ പരിഹാരമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിഹിം. അപ്പോ കള്ളിയിൽ നിന്ന് കളത്തിലേക്കും മടിയിൽ നിന്ന് മനത്തിലേക്കും, അല്ലെങ്കിൽ നമ്മള് ഖുർആൻ പലപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കുറെ കള്ളികളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ അലമാറ മുറികളാണ്, അല്ലെങ്കിൽ അതിനെ പിന്നെ വളരെ ഭവ്യതയോടുകൂടി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കള്ളിയിൽ വെച്ച് ആരാധിക്കാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് കളത്തിലിറക്കണം. അത് കളത്തിലിറക്കണം എന്ന് പറഞ്ഞാൽ അത് ഓതി അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പണി നമ്മൾ ചെയ്തേ മതിയാകുകയുള്ളൂ. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. ഖുർആൻ തന്നെ അതില് നമുക്ക് ഒരുപാട് സംഗതികൾ, ഖുർആൻ ഇല്ലെങ്കിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഖൗമി
ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവര് ഖുർആനെ ഉപേക്ഷിക്കുകയാണ്. ഖുർആൻ ഉപേക്ഷിച്ചവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട് അതിനെ ജസ്റ്റ് ഓതി കഴിഞ്ഞാൽ നമ്മുടെ ചുമതല അല്ലെങ്കിൽ കടമ തീർന്നു എന്ന് തീരുമാനിക്കരുത്. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അമാനത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി വെക്കുവാൻ, അത് ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നമ്മുടെ വിശുദ്ധ ഖുർആൻ സാധ്യമാകണം. അതെങ്ങനെ സാധ്യമാകും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നൽകിയ ഈ മാസം ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മളിലേക്ക് വന്നണഞ്ഞ് ചേരുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. ഈ ഒരു സമയത്തെ അതിൻ്റെ കൃത്യമായ ബോധത്തോടു കൂടി, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി, ഏതൊക്കെ അർത്ഥത്തിൽ എന്തൊക്കെ കൃത്യമായ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സദക്ക, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയും, അതുപോലെ തന്നെ ഏതൊക്കെ രംഗങ്ങളിൽ നമ്മുടെ ജീവിതം ഇസ്ലാമികമായ ഒരു മൂശയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് റമദാൻ എന്ന് പറയുന്നത്. അല്ലാതെ നോമ്പെടുക്കുക, വിശന്നിരിക്കുക, ഇതൊന്നുമല്ല നോമ്പ് എന്ന് പറയുന്നത്. ജീവിതം മാറുക എന്നുള്ളതാണ്. റീസെറ്റ് യുവർ ലൈഫ്. അത് ഷെഡ്യൂൾ ചേഞ്ചിങ് അല്ല റമദാൻ എന്ന് പറയുന്നത്, നമ്മുടെ റീസെറ്റ്. അപ്പൊ ഇതൊരു പുതിയ തുടക്കം കുറിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സ്വന്തം എന്ന അർത്ഥത്തിൽ മാറുവാൻ താല്പര്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകണമേ. അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ വസ്തുർ ഉയൂബനാ വഗ്ഫിർ ദുനൂബനാ. അല്ലാഹുമ്മ അശ്ഫി മർളാനാ വർഹം മൗതാനാ വജ്അൽ ഖൈറ അഅമാലിനാ വഖവാതിമിഹാ ഖൈർ. അയ്യാമുനാ യൗമ نلقاك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.